ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവും ധൈര്യം കാണിക്കാത്ത, തയ്യാറാകാത്ത ഒരു കാര്യമാണ് ഇന്നലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP നമ്മുടെ പാർലമെൻറ്റിൽ നടത്തി. അദ്ദേഹം കല്യാൺ ബാനർജി, അറിയാമല്ലോ, അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. മമത കഴിഞ്ഞാൽ പിന്നെ അവരുടെ വളരെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു ലോക്സഭയിൽ തൃണമൂൽ MP മാർക്ക് നേതൃത്വം നൽകുന്ന ആളാണ് കല്യാൺ ബാനർജി. ആ കല്യാൺ ബാനർജി പറയുകയാണ്, പാക് ഒക്കുപൈഡ് കാശ്മീരിനെ നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്നത് പാക് അധീന കാശ്മീർ എന്നാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭാഗമായിരുന്ന കാശ്മീരിൻ്റെ ഭൂപ്രദേശങ്ങളെ പാകിസ്ഥാൻ സൈന്യം ബലമായിട്ട് ആക്രമിച്ച് പിടിച്ചെടുത്തു. അത് ഒരു ഡിസ്പ്യൂട്ടായിട്ട് ഇപ്പോഴും തുടരുകയാണ്. അതിനെ സംബന്ധിച്ച് നിരവധി ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് മുമ്പ്. എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ അവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് ഇന്ത്യ എപ്പോഴും ആവശ്യപ്പെടുന്നത്. നമ്മളൊരു സൈനിക നടപടിക്ക് മുതിർന്നിട്ടില്ല എന്നേ ഉള്ളൂ. ആ പാക് അധീന കാശ്മീരിനെ കുറിച്ച് ഈ കല്യാൺ ബാനർജി പറഞ്ഞത് ആസാദ് കാശ്മീർ എന്നാണ്, സ്വതന്ത്ര കാശ്മീർ എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം തൃണമൂൽ കോൺഗ്രസ് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വിടുവിച്ച് സ്വതന്ത്രമാക്കണം എന്നാണോ? ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞ് കാശ്മീരിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വലിയ വികസനവും ജനങ്ങൾക്ക് സുരക്ഷയും ഉറപ്പാക്കി കാശ്മീർ സമാധാനമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ തൃണമൂലിൻ്റെ MP പറയുന്നത് കേട്ടിട്ട് ഭയം തോന്നുന്നു. ഈ ഇന്ത്യയിൽ നമ്മൾ ആരും സുരക്ഷിതരല്ല, കാശ്മീരിനെ ഇങ്ങനെ വെട്ടിമുറിച്ച് കൊടുക്കണം എന്നാണ് ഈ കല്യാൺ ബാനർജി പറയാതെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് സാർ ഇതേക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഒന്ന്, ഇയാളെ കല്യാൺ ബാനർജിയെ രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തണം. രണ്ട്, ഈ തൃണമൂൽ കോൺഗ്രസ് ആണോ രാജ്യം ഭരിക്കാനായിട്ട് തയ്യാറെടുത്ത് വരുന്നത്? മമതാ ബാനർജി പ്രധാനമന്ത്രി കുപ്പായമൊക്കെ തുന്നി വെച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ രാജ്യം ഏൽപ്പിക്കും? രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകും? ഇവരൊക്കെ വരികയാണെങ്കിൽ തുണ്ടമായിട്ട് രാജ്യത്തെ വെട്ടിമുറിക്കും. BJP-യിൽ നിന്ന് അധികാരം പോയി കഴിഞ്ഞാൽ, അല്ലേ, ഇങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ ഈ ചിത്രശക്തികൾ, പ്രത്യേകിച്ച് ഇതൊക്കെ ഇന്ത്യ മുന്നണിയിൽ തെരഞ്ഞെടുപ്പ് കാലത്താണ് തട്ടിക്കൂട്ടിയതാണെങ്കിലും ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികളല്ലേ. അല്ല, ഇപ്പോൾ രാഹുലിനോട്, പ്രതിപക്ഷ നേതാവ് രാഹുലിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ആസാദ് കാശ്മീരിനെ താങ്കൾ, കല്യാൺ ബാനർജിയുടെ ആസാദ് കാശ്മീരിനെ താങ്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. പക്ഷേ അത് എനിക്കറിയില്ല. ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടിട്ട് ഭയം തോന്നുന്നു. രാഹുൽ ഗാന്ധി ഇതിനപ്പുറത്തുള്ള ദേശവിരുദ്ധ പ്രസ്താവനകളല്ലേ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വിദേശത്ത് പോയി നമ്മുടെ രാജ്യത്തിന് എതിരെ നിൽക്കുന്നവരുമായി കൂട്ടിച്ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ കല്യാൺ ബാനർജിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു വ്യത്യാസവുമില്ല. രണ്ടും ഈ രണ്ട് കാലുകളിൽ മന്ദായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൃണമൂല് ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ലേ. നമ്മുടെ ബംഗാളിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരിടത്തേക്ക് അവര് ത്രിപുരയിലും ആസാമിലും ഒക്കെ ശ്രമം നടത്തി, പടർന്ന് പന്തലിക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. പക്ഷെ ഈ നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2026-ൽ തന്നെ ബംഗാളിലും തെരഞ്ഞെടുപ്പുണ്ട്. തൃണമൂലിന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഈ പ്രസ്താവനയോടുകൂടി. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യവും, ഈ പഹൽഗാം ആക്രമണത്തിലും ഈ തൃണമൂല് പോലുള്ളവരുടെ എന്താണ് അഭിപ്രായം? അവരുടെ നിലപാട് വാസ്തവത്തിൽ ഇന്ത്യ വിരുദ്ധമാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, വഖഫ് ഭേദഗതി ബില്ല് വന്നപ്പോൾ ഈ മമത ഉണ്ടാക്കിയ കോലാഹലം, അവിടെ ഈ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ നടന്ന കലാപം ഒക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, മമത മുസ്ലിം പുരോഹിതന്മാരുടെ ഈ സമസ്ത പോലെയുള്ള സംഘടനകളുണ്ടല്ലോ ബംഗാളിൽ, അവരുടെ യോഗം വിളിച്ചിട്ട് അതിനകത്ത് പറയുകയാണ്, വളരെ മതസ്പർദ്ധയുണ്ടാക്കുന്ന, അതായത് കലാപമുണ്ടാക്കുന്ന, രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ ഉതകുന്ന വിധത്തിൽ ഒരു മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. അതിൻ്റെയൊക്കെ വീഡിയോ പുറത്തു വന്നു. അവരോട് സംസാരിക്കുന്ന ഇത് വിട്ടുകൊടുക്കരുത്, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഇതൊരിക്കലും ഇവരോട് ക്ഷമിക്കാൻ പാടില്ല, അങ്ങനെ തുടങ്ങി വളരെ മോശപ്പെട്ട വാക്കുകളൊക്കെയാണ് മമത ഉപയോഗിക്കുന്നത് ഈ എതിർ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച്. കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് ആ BJP-യെ കുറിച്ച് വളരെ മോശപ്പെട്ട വാക്കുകളൊക്കെയാണ് മമത ഉപയോഗിച്ചത്. അത് തികച്ചും മതപരമായി വർഗീയപരമായി വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇവര് ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇവര് തൃണമൂല് ഈ പാർലമെന്റിൽ പോലും 16 മണിക്കൂർ നീണ്ട ചർച്ച നടന്നു.
അതിനെക്കുറിച്ചൊന്നും ഇവർ പറയുന്നില്ല. അതിനെക്കുറിച്ചൊന്നും അവർക്ക് ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തെക്കുറിച്ചോ പാക് മണ്ണിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിനെക്കുറിച്ചോ തിരിച്ചടിക്കാൻ വന്ന പാക് സൈന്യത്തിന്റെ മുനയൊടിച്ചു വിട്ടതിനെക്കുറിച്ചോ അവരുടെ വ്യോമത്താവളങ്ങൾ തകർത്തതിനെക്കുറിച്ചോ അവരവസാനം വന്ന് കരഞ്ഞ് കാല് പിടിച്ച് വെടിനിർത്തണേ എന്ന് അപേക്ഷിച്ചതിനെക്കുറിച്ചോ ഒന്നും അവർക്ക് പറയാനില്ല. അവർക്ക് ചോദിക്കാനുള്ളത് മോദി എന്തുകൊണ്ട് എക്സിൽ കുറിച്ചില്ല. കല്യാൺ ബാനർജി ചോദിക്കുകയാണ്, ഈ ട്രംപ് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചപ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് മോദി ഒന്നും മിണ്ടിയില്ല, മോദി വാ തുറന്നില്ല എന്നൊക്കെയാണ്. ഈ പിന്നെ ഇത് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇപ്പോഴും രാജ്നാഥ് സിംഗ് പറയുന്നുണ്ടല്ലോ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ ഇവരെ പിടികൂടിയില്ലേ? അതെ, ചൈനയുടെ ബന്ധം തെളിഞ്ഞു. ഹാഷിം മൂസയെ ഇന്നലെ വധിച്ചു. പിന്നെ ചൈനയുടെ ബന്ധം വെളിച്ചത്ത് കൊണ്ടുപോകും. അപ്പൊ ഇതിന് എന്നിട്ടും ഈ തൃണമൂലിനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഇത് കേട്ടിട്ടോ കണ്ടിട്ടോ വാ തുറന്നിട്ടുണ്ടോ? അപ്പൊ സംഭവിക്കുന്നത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിന്നെ നമ്മുടെ തരൂര് ഇപ്പോൾ പാർലമെന്റിൽ എന്താണ് മൗനം എന്നുള്ളത് മാത്രമാണ് അവരതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തരൂരിനെ എങ്ങനെ വെട്ടിലാക്കാവുന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കോൺഗ്രസ് നോക്കിക്കൊണ്ട്. അല്ലാതെ നമ്മൾ ഈ ഭീകരാക്രമണത്തെ എങ്ങനെ ചെറുത്തു എന്നുള്ളതിൻ്റെ ചർച്ചയിൽ സജീവമായിട്ട് പങ്കുചേരാനല്ല അവർക്ക് താല്പര്യം. തുടരുമോ ഇത് എന്നുള്ളതിലുമാണ്. അത് രാജ്യ താല്പര്യമല്ല അവർ ലക്ഷ്യം വെക്കുന്നത്. അവർ മറ്റെന്തൊക്കെയോ ആണ്. എങ്ങനെയെങ്കിലും ഈ കേന്ദ്ര സർക്കാരിനെ നിലത്തിറക്കുക, എന്നിട്ട് അധികാരം പിടിക്കുക, എന്നിട്ട് അവരുടെ അജണ്ടകൾ നടപ്പാക്കുക. അപ്പോൾ അവരുടെ അജണ്ടകൾ ഇതൊക്കെയാണ്. ആസാദ് കാശ്മീരാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ആസാദ് കാശ്മീർ ആണെങ്കിൽ ബാക്കി നമ്മുടെ കൈവശം ഇരിക്കുന്ന കാശ്മീരിനെ നാളെ അങ്ങോട്ട് വിട്ടുകൊടുക്കുമെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അല്ല, 2019 മുതൽ നമ്മളത് കാണുകയാണ്. ഇവർക്ക് രാജ്യ താല്പര്യമില്ല കോൺഗ്രസ്സിന്. കാരണം 19ലും ദയനീയമായിട്ടുള്ള തോൽവി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാവുന്ന ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ, അന്നത് ആർട്ടിക്കിൾ 370 ഒരു രാത്രി കൊണ്ട് എടുത്തു കളഞ്ഞപ്പോൾ അന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഈ പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും കൂടെ പറഞ്ഞത് കാശ്മീരിൽ ചോരപ്പുഴ ഒഴുകും എന്നാണ്. കാശ്മീരിൽ ചോരപ്പുഴ ഒഴുകും എന്ന് പറഞ്ഞ് ഇവർ വലിയ ബഹളം കൂട്ടിയിരുന്നു. പക്ഷെ കാശ്മീരിൽ ഒന്നും സംഭവിച്ചില്ല. അവിടുത്തെ ജനങ്ങൾ സമാധാനപരമായിട്ട് മര്യാദയ്ക്ക് ജോലിയെടുത്ത് ജീവിക്കാൻ തുടങ്ങി. ഈ പട്ടാളത്തെയും പോലീസിനെയും കല്ലെറിയാൻ പോകുന്ന പണി നിർത്തി. അവർ ഭീകരപ്രവർത്തനത്തിൽ നിന്ന് പിൻവാങ്ങി. അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് അവരെ സമരത്തിന് ഇറക്കിയിരുന്ന ആൾക്കാരുടെ ആ പിത്തലാട്ടം നിലച്ചു, അവസാനിച്ചു. ഈ കല്യാൺ ബാനർജി ഇത് പറഞ്ഞതുപോലും മാധ്യമങ്ങൾ വേണ്ടത്ര എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു. സോഷ്യൽ മീഡിയയിലാണ് ഈ കാര്യം വലിയ ട്രെൻഡായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് എനിക്ക് തോന്നുന്നു ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള 1-2 മാധ്യമങ്ങൾ മാത്രമാണ് ഈ വിഷയം ഒന്ന് ചൂണ്ടിക്കാണിക്കുകയെങ്കിലും ചെയ്തിരിക്കുന്നത്. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും തന്നെ വലിയ ശ്രദ്ധ അതിൽ കൊടുത്തിട്ടില്ല. കല്യാൺ ബാനർജിയുടെ ഈ ആസാദ് കാശ്മീർ എന്ന പ്രയോഗം അവർ കേട്ടില്ല എന്ന മട്ടിലാണ്. നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ പിന്നെ അത് നോക്കണ്ട, അവര് വളരെ പണ്ട് തൊട്ടേ ആസാദ് ഇത് മമതയ്ക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്ന പ്രസ്താവനയായിരിക്കും. കാരണം മമതയുടെ പിന്തുണ ഇതിനകത്തുണ്ടല്ലോ. അല്ല, മമതയുടെ പിന്തുണ ഇല്ലാതെ കല്യാൺ ബാനർജി ഇതൊന്നും പറയില്ല. കല്യാൺ ബാനർജി മുതിർന്ന നേതാവ് തന്നെയാണ്, തൃണമൂലിലെ പ്രധാനപ്പെട്ട നേതാവാണ്. അതെ. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളുടെ മൗനവും നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. സത്യത്തിൽ ഇത്രയും ഇങ്ങനെയൊക്കെ ഒരു നമ്മുടെ രാജ്യത്ത് പാർലമെന്റിനുള്ളിൽ നമ്മുടെ രാജ്യത്തെ ഇത് പറയാൻ സാധിക്കുള്ളൂ കേട്ടോ. വേറൊരു ഏതെങ്കിലും ഒരു രാജ്യത്താണ്, ചൈനയിൽ ചെന്നിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ, അവിടുത്തെ ഏതെങ്കിലും ഒരു മേഖല സ്വതന്ത്ര മേഖലയായിട്ട് ആസാദ് ആണെന്ന് പറഞ്ഞു നോക്കട്ടെ, അതിൻ്റെ കഴുത്തിന് മേളിൽ പിന്നെ തല കാണത്തില്ല. മറ്റൊരു രാജ്യവും ഇത് ടോളറേറ്റ് ചെയ്യില്ല, ഇതിനെ സഹിക്കുകയില്ല. പക്ഷേ ഇന്ത്യയിൽ എന്നിട്ടും പറയുന്നത് ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, സർക്കാർ പിന്നെ മതഭീകരത, അതെ, ഇത് വളർത്തുകയാണ്, അടിച്ചമർത്തുകയാണ്, ഫാസിസമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇങ്ങനെ എന്തും പറയാം. ആസാദ് കാശ്മീർ പറയാം, കാശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്ന് പറയാം. ഇത് എങ്ങോട്ടേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നതെന്നുള്ള ആ ചോദ്യമാണ് ഉയരുന്നത്. ഇത് നമ്മളെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.